നമുക്ക് ആരംഭിക്കാം. ഓം ശാന്തി രാമന്റെ ആ ശ്ലോകം മാത്രമാണ് എടുക്കേണ്ടത്. ശൃംഗാണിമേരോരിവഭേതുശൈല വേലാവനം കൽപ്പവനോപമാനം പൈന്യം കപീനാം കനകപ്രഭാണാം ആമ്രേഡിതച്ഛായമപോദിതാനി. ആ ശ്ലോകം അതല്ലേ എടുക്കണ്ടേ? ശൃംഗാണി മേരോരിവ സേതുശൈല, അതാണിപ്പോ വായിച്ചത്. അത് തൊട്ടാ എടുക്കണ്ടേ? ആ ശ്ലോകം വായിച്ചിട്ടാണ് ചോദിച്ചത്, അത് മുതലല്ലേന്ന്. അതെ അതെ. ശൃംഗാണിമേയോരിവഭേതുശൈലാഃ വേലാവനം കൽപ്പവനോപമാനം സൈന്യം കപീനം കനകപ്രഭാണാം ആമ്രേഡിതച്ഛായമപോദിതാനി. ശൃംഗാണി മേരോരിവ ഭേതുശൈലാഃ. മേരോഹോ ശൃംഗാണീവ, സുമേരു പർവ്വതത്തിന്റെ കൊടുമുടികൾ എന്ന പോലെ, ഫേതുശൈലാഹ, സമുദ്രത്തിൽ ഫേതു പോലെ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങൾ, സമുദ്രത്തിൽ ചിറ പോലെ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങൾ. മേരോഹ ശൃംഗാണീവ, മേരുവിന്റെ കൊടുമുടി പോലെയാണ്. വേലാവനം കൽപ്പവനോപമാനം, വേലാവനം സമുദ്രതീരത്തിലുള്ള വനം, അത് കൽപ്പവനത്തിന് തുല്യമാണ്. കൽപ്പവനം പോലെ ശോഭിക്കുന്നതാണ് ഈ സമുദ്രതീരത്തെ വനം. സൈന്യം കപീനം കനകപ്രഭാണാം, കപീനാം സൈന്യം, കവികളുടെ സൈന്യം കനകപ്രഭയുള്ള സൈന്യങ്ങളാണ്. ആമ്രേഡിതച്ഛായമപോദ ഇദാനീം. ഇപ്പോൾ ആമ്രേഡിതച്ഛായ, ആമ്രേഡിതം ഇരട്ടിയായ, കൂടുതലുള്ള, വർദ്ധിച്ച ശോഭയോട് കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സൈന്യം, സ്വർണ്ണ നിറമുള്ള കാപ്പികളുടെ സൈന്യം ഇപ്പോൾ ഇരട്ടിച്ച ശോഭയുള്ളതായി തീർന്നിരിക്കുകയാണ്. കാരണം അവിടെയുള്ള ഫേതുശൈലങ്ങൾ, അവരെ കടന്നു വന്ന ഫേതുശൈലങ്ങൾ മെരുവിന്റെ ശൃംഗം പോലെ ഉന്നതമാണ്. സമുദ്രതീരത്തിലുള്ള വനങ്ങൾ കൽപ്പവനം പോലെയായി. സ്വർണപ്രഭ ചിതറുന്ന സൈന്യങ്ങൾ ശോഭയുള്ളവരായി തീർന്നിരിക്കുന്നു. അങ്ങനെ ദ്യാവാപൃഥ്വികൾ, അന്തരീക്ഷം ഒരു പ്രത്യേക പ്രഭ കൊണ്ട് അനുലേപനം ചെയ്തതുപോലെ ശോഭിക്കുന്നു എന്ന് അന്തരീക്ഷത്തെക്കുറിച്ച് ഒരു പ്രത്യേകത, തൊട്ടു മുമ്പ് കണ്ട പോലെയല്ല, എന്തോ ഒരു പ്രകൃതിയുടെ പ്രത്യേകത അനുഭവിച്ചതാണ്. ശൃംഗാണിമേരോരുവഭേതുശൈലാഃ വേലാവനം കൽപ്പവനോപമാനം സൈന്യം കപീനം കനകപ്രഭാണാം ആമ്രേഡിതച്ഛായമപോദിതാനി. നേപഥ്യേ, അണിയറയിൽ, നാരദോഹം ആഗച്ഛാമി, ദേവശാസന. നാരദോ അഹം ആഗച്ഛാമി, ഈ നാരദനിത വരുന്നു. ദേവശാസനേന, ദേവന്മാരുടെ ശാസന കൊണ്ടാണ് വരുന്നത്. ശാസന, അനുശാസന, നിർദ്ദേശം. ഉഭോ സവിനയം അവലോകേത, രണ്ടുപേരും വിനയത്തോടെ നോക്കി പ്രവേശിച്ചു. നരദ ജയിതു കാരണമനുഷു രാവണാന്തക. കാരണപുരുഷനായ ആ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ കാരണമാനുഷനായി,
അങ്ങനെയുള്ള അങ്ങ് ഇപ്പോൾ രാവണ അന്തകനായി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. രാമലക്ഷ്മണ പശ്യഭിഹി അപി അശ്രദ്ധേമിതം ആശ്ചര്യം. ഈ ആശ്ചര്യം നമുക്ക് വിശ്വസിക്കാനാവാത്തതാണ്. ശ്രദ്ധയ്ക്ക് വിശ്വാസം, അശ്രദ്ധയെ വിശ്വസിക്കാനാവാത്തതാണ്. ഇങ്ങനെ ഒരു അതിദുർലഭമായ ഈ ദർശനം പരമാർത്ഥമായി തോന്നുന്നില്ല. പശ്യദ്ഭിഹി നോക്കുന്നവരാൽ അഭി അശ്രദ്ധേമിതം ആശ്ചര്യം. നോക്കുന്നവർക്ക് ഈ ആശ്ചര്യം വിശ്വസിക്കാനാവുന്നില്ല. നാരദ മഹർഷി ഇങ്ങോട്ട് എഴുന്നള്ളി വരിക, അന്തരീക്ഷത്തിൽ മൊത്തം ഒരു മാറ്റം കാണുക, ദേവന്മാർ ആകാശത്തിൽ ദുന്ദുഭി മുഴക്കുക. നാരദ കിം അതപരമാശ്ചര്യം യാതവ്യാഹ സ്വയം രാവണസ്യ ലങ്കാം ഇത് അഭ്യാസ്യന്തി ദേവാഹ ചക്രാദയ. ഇതിപ്പരം എന്ത് ആശ്ചര്യമാണുള്ളത്? കിം അതപരമാശ്ചര്യം എന്താണ്? യാതവ്യാഹ സ്വയം രാവണസ്യ ലങ്കാം. എനിക്ക് സ്വയമേവ രാവണന്റെ ലങ്കയിലേക്ക് നടന്നു വരാൻ പറ്റിയില്ലേ? ഇത്രയും കാലം അനുവാദമില്ലായിരുന്നു. ആർക്ക്? ദേവാഹ ശക്രാദേഹ, ശക്രാദികളായ ദേവന്മാർക്ക് ഇത്ര കാലവും ലങ്കയിൽ കടന്നു വരാൻ അനുവാദമില്ലായിരുന്നു. ഇപ്പോഴിതാ ലഭിച്ചു. ഇതൊരു അത്ഭുതമാണ്. ഇതാണ് ആശ്ചര്യം. ദേവന്മാർക്കും ഋഷിമാർക്കും ഒക്കെ ലങ്കയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാൻ പറ്റുന്ന ഒരു ആശ്ചര്യമാണ്. രാമ ആഹാ അതഖലു പ്രഭാപ്രവാഹ ഭഗവത് പ്രസാദ. അതഖലു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഭാപ്രസരണം. ഋഷിമാരും ദേവന്മാരും മുനിമാരും ഒക്കെ ഇങ്ങോട്ട് എഴുന്നള്ളിയത് കൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേക പ്രഭാപടലം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതഖലു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഭയുടെ പ്രവാഹം. ഭഗവത് പ്രസാദാത് ഭൂതം ആത്മാനം അപരമവശ്യ. അങ്ങയുടെ പ്രസാദം കൊണ്ട് പരിശുദ്ധമായ ഈ ആത്മാവിനെ ഞാൻ അപരമവശ്യ മറ്റൊന്നായിട്ട് കാണും. ഇവിടെ ഈ ആത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള മട്ടിലാണ്. എൻ്റെ ഈ ജീവാത്മാവിനെ ഇപ്പോൾ ഞാൻ പരമാത്മ സ്വരൂപമായ ബ്രഹ്മമായി തന്നെ കാണും. ഇത് രണ്ടും എന്നിലുണ്ട്, എല്ലാവരിലും ഉണ്ട്. ഞാൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചാൽ എന്നിൽ ജീവാത്മാവെന്ന മനുഷ്യതയുമുണ്ട്. അപരം ഇവ ആത്മാനം, മറ്റൊരാത്മാവ് എന്താണ്? പരമാത്മാവ്. നിങ്ങളൊക്കെ എഴുന്നള്ളി എന്നെ വന്ന് നമസ്കരിക്കുമ്പോൾ ഞാൻ പരമാത്മ സ്വരൂപനായ സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപരമിവ പശ്യാമി, അപരം ബ്രഹ്മമിവ പശ്യാമി. നാരദ ദേവസ്ത്രിവിഷ്ടപജുഷാം പതിരേഷമേഷോമേതാതിഥേയ അശനികേതുരവന്തവർഷി ശാഖാഫഹസ്രവിഷീകൃത സത്വതന്ത്രോ ശ്യാപദാനമക്ഷിരക്ഷരമൂർത്തിരാഹം. ദേവഃ ത്രിവിഷ്ടപജുഷാം, ത്രിവിഷ്ടപം സത്വം, ത്രിവിഷ്ടപജുഷാം സ്വർഗത്തെ ആശ്രയിക്കുന്ന ദേവൻ. പതിഹി ഏഷ മേഷു, ഇവൻ മേഷങ്ങളുടെ പതിയാണ്. യജ്ഞത്തിന് ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ഒരു പതിയാണ്, നായകനാണ് ഇവൻ. മേധാതിഥേഹി മേഷ, മേധാതിഥി എന്ന ഋഷിയാണ്. അദ്ദേഹമാണ് മൃഗങ്ങളെ ഈ യജ്ഞവേദിയിലേക്ക് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് അദ്ദേഹത്തെ മേധാതിഥി എന്ന പേരിൽ അറിയപ്പെടാം. അശനികേതു ഒരു അപാംചവർഷി, അശനികേതു മിന്നൽ പോലെ, അപാംചവർഷി വെള്ളം വർഷിക്കുന്ന മേഘം മിന്നലോടെ ശോഭിക്കുന്നത് പോലെ ആണ് ഇപ്പോൾ ഈ നിങ്ങളുടെ വരവ്. കാരണം അശനി കേതുവായിട്ടുള്ള മഴ പെയ്യിക്കുന്ന മേഘങ്ങൾ ഇന്ദ്രന്റെ കൊടിയടയാളം മേഘമാണ്. അതിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇന്ദ്രാദികളായ ദേവന്മാരൊക്കെ ഇടയ്ക്ക് തന്നെ എഴുന്നള്ളി വരുന്നു. ശാഖാസഹസ്ര വിഷീകൃത സർവതന്ത്ര,
എല്ലാ തന്ത്രങ്ങളും അവരവരുടെ ശാഖകളോടൊപ്പം ഇവിടെ വിഷയീഭവിച്ചിരിക്കുന്നു. ഇവിടെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അഗ്നിഹോത്രാദി ദശപൂർണാദികളായിരിക്കുന്ന വൈദിക കർമ്മങ്ങളെ ഉൾക്കൊള്ളുന്ന തന്ത്രത്തെയാണ്. മറ്റു തന്ത്രങ്ങളല്ല, യജ്ഞാദികളായ തന്ത്രങ്ങൾ. അവ ആ സർവതന്ത്രങ്ങളും അവയുടെ ശാഖകളോടെ 1000 ശാഖകളുടെ ഇവിടെ വിഷയീഭവിച്ചു. യസ്യാപദാനമൃഷി അക്ഷരമൂർത്തിരാഹം. യാതൊരുവന്റെ അവദാനം കൊണ്ടാണോ ഋഷിമാർ അക്ഷരമൂർത്തി എന്ന് അങ്ങയെക്കുറിച്ച് പറയുന്നത്? കാരണം നാരദൻ ദേവേന്ദ്രനെ ഇങ്ങനെ വർണ്ണിച്ചു വന്നപ്പോൾ ആ ദേവേന്ദ്രന്റെ ഭാവത്തെ മുഴുവനും രാമൻ അദ്ദേഹത്തിന്റെ വൈഭവം കൊണ്ടാണ്, നിങ്ങളുടെ വൈഭവം കൊണ്ടാണ് ഞാനിപ്പോൾ ഈശ്വരഭാവത്തിൽ നിൽക്കാൻ കാരണമെന്ന് ഇത് ഈ ഇന്ദ്രാദികളിലെയും നാരദാദികളായ മഹർഷിമാരുടെയും യോഗ്യതയാണെന്ന് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോൾ നാരദൻ പറയുന്നതാണ്. കാരണം ഈ ദേവേന്ദ്രൻ പോലും ഈ മേധാതിഥി എന്ന ആ മേഷത്തിന്റെ അധിപതിയാണ്. ഋത്തിക്കുകൾ കീർത്തിക്കുന്നത് ഈ ദേവനെയാണ്. എന്താണ് അശനി കൊടിയടയാളമായിട്ടുള്ള ഉള്ളവനാണ് ഇന്ദ്രൻ. മഴ പെയ്യിക്കുന്നതിന്റെ ദേവതയാണ് ഇന്ദ്രൻ. 1000 ശാഖകളുള്ള സർവതന്ത്രങ്ങളും ഭൂമിയിൽ എത്തിക്കുന്നവനാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ള അക്ഷരരൂപത്തിലുള്ള ഋഷിയായ ഉള്ള ഈ വേദം അക്ഷരമൂർത്തി ഋഷി, അത് ആരെക്കുറിച്ചാണോ പാടുന്നത്, ആരെക്കുറിച്ചാണ്? ഈശ്വരനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച്, ബ്രഹ്മത്തെ കുറിച്ച്. അങ്ങനെയുള്ള അങ്ങേ ഇപ്പോൾ ബ്രഹ്മം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് എന്ന് അപരമാത്മാനം എന്നുള്ളതിന് വ്യാഖ്യാനം കൂടി കൊടുത്താണ്. ദേവസ്ത്രിവിഷ്ടപജുഷാം പതിരേഷമേഷോ മേതാതിഥേരശനികേതുരപാം ച വർഷീം ശാഖാഫഹ്രവിഷീകത സർവതന്ത്രോ യസ്യാവദാനോഷിരക്ഷരമൂർത്തിരാഹം. രാമ നമാമി ഭവത. ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. നാരദ പശ്യ ഫകൽമാഷൈ അനലകണഗർഭൈശ്ച നയനൈഃ അമീരുദ്രാഹ പാക്വന്തരതരളഹാരാഹിമണയാം ഹിമാംശോരാപാദ്യ പ്രതിമകുടമേകാദശകലാ കലാനാം ശേഷാണാം ഭസുതമിവ ചൂർണം ദധതിയേ. ഫകൽമാഷൈ, കൽമാഷത്തോടു കൂടിയ, കൽമാഷം എന്ന് പറയുന്ന കറുത്തിരിക്കുന്ന ഒരു ചെളി പോലെ തോന്നിക്കുന്ന വസ്തുവിനാണ്. ഇവിടെ ഇത് വിഷമാണ്. കണ്ഠൈ, വിഷം പുരണ്ട കണ്ഠത്തോടു കൂടിയ അനലകണഗർഭൈശ്ച നയനൈ, അനലകണം അഗ്നിസ്ഫുലിംഗങ്ങൾ, അത് ഗർഭിച്ചു നിൽക്കുന്ന കണ്ണുകൾ, നയനൈഹി കണ്ണുകളാൽ, അമി രുദ്രാഹ, നയനൈഹി അമി നയനൈരമി, ഈ രുദ്രന്മാർ, ഏകാദശ രുദ്രന്മാർ ആകാശത്തിൽ വന്ന് നിരന്നു നിൽക്കുന്നു അങ്ങയെ വന്ദിക്കാൻ. അവര് രുദ്രന്മാരായതുകൊണ്ട് നീലകണ്ഠന്മാരാണ്, 3 കണ്ണുള്ളവരാണ്. മൂന്നാമത്തെ കണ്ണിൽ അഗ്നി ഇങ്ങനെ സ്ഫുരിച്ചു വരുന്നവരാണ്. ബാഹ്വന്തര തരള ഹാരാഹിമണയ, കൈകളുടെ ഇടയ്ക്ക്, ബാഹുവിന്റെ ഇടയ്ക്ക് തരളമാകുന്ന, ഇളക്കിയാടുന്ന ഹാരങ്ങളുണ്ട്. അതാരാണ്? അഹി, സർപ്പങ്ങളാണ്. മണേഹ, രത്നങ്ങളുണ്ട്. സർപ്പങ്ങളുടെ ശിരസിൽ രത്നങ്ങളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കഴുത്തിലും അവരുടെയൊക്കെ മാരളത്തിലും ഒക്കെ സർപ്പ വിഭൂഷകളാണ്. സർപ്പങ്ങളുടെ ശിരസിലുള്ള രത്നങ്ങളും കാണാം. ഹിമാംശോഹോ ആപാദ്യ, ഹിമാംശോഹോ ചന്ദ്രന്റെ ആപാദ്യ സ്വീകരിച്ചിട്ട് പ്രതിമകുടം ഏകാദശ കലാഹ,
ഈ 11 പേരും അവരവരുടെ കിരീടത്തിൽ ചന്ദ്രക്കല ചൂടിയിട്ടുണ്ട്. അത് ചന്ദ്രന്റെ 11 കലകളാണ്. ഏകാദശ കലാഹ. ചന്ദ്രന് 16 കലകളാണ്. അതിലെ 11 കലകൾ ഇവർ ഒന്നിച്ചെടുത്ത് ഓരോരുത്തരും അവരുടെ ശിരസിൽ മകുടത്തിൽ ചന്ദ്രക്കലയായിട്ട് ചൂടിയിട്ടുണ്ട്. കലാനാം ശേഷാണാം. ബാക്കി കലകളെല്ലാം കൂടി എടുത്ത് ഭഫിതമിവ പൊടിച്ചിട്ട് ചൂർണം ദധതിയെ ഭസ്മായി ദേഹത്ത് ധരിച്ച് ഒരു മനോഹരമായ രുദ്രവർണ്ണന. രുദ്രന്മാരെ ഇങ്ങനെ ഒരു ഇതിഹാസ പുരാണവും വിസ്തരിച്ച് വർണ്ണിക്കാറില്ല. ഇവിടെയാണ് ശക്തിഭദ്രൻ നാരദനെ കൊണ്ട് രുദ്രന്മാരെ വർണ്ണിച്ചിരിക്കുന്നത്. ഏകാദശ രുദ്രന്മാരാണ്. ഓരോരുത്തരുടെയും കഴുത്തിൽ നീലകണ്ഠതയുണ്ട്, വിഷമുണ്ട്. അവരുടെയൊക്കെ കണ്ണുകളിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അവരുടെ മാറിടത്തിൽ നിറച്ച് സർപ്പമാലകളാണ്. ആ സർപ്പങ്ങളുടെ ഫണങ്ങളിലുള്ള രത്നങ്ങൾ അങ്ങനെ തിളങ്ങി ശോഭിക്കുന്നുണ്ട്. ചന്ദ്രന്റെ 11 ദിവസത്തെ കലകൾ ഓരോരുത്തരും തങ്ങളുടെ മകുടത്തിൽ കിരീടത്തിൽ ചൂടിയിട്ടുണ്ട്. ബാക്കി ശേഷിച്ച കലകൾ എടുത്തു പൊടിച്ച് ദേഹത്ത് ഭസ്മമായി ചൂടി നിൽക്കുന്നവരാണ് ഈ ഏകാദശ രുദ്രന്മാർ. ഫകൽമാഷൈ കണ്ഠൈരനലകണഗർഭൈഷ്ടനയനൈ അമീരുദ്രാഹ ബാഹ്വന്തരതരളഹാരാഹിമണയ ഹിമാംശോരാപാദ്യ പ്രതിമകുടമേകാദശകലാ കലാനാം ശേഷാണാം ഭസ്മിതമിവ ചൂർണം ദധതിയേ. ഫകൽമാഷൈ കണ്ഠൈരനലകണഗർഭൈഷ്ടനയനൈ അമീരുദ്രാഹ ബാഹ്വന്തരതരളഹാരാഹിമണയാം ഹിമാംശോരാപാദ്യ പ്രതിമകുടമേകാദശകലാ കലാനാം ശേഷാണാം ഭസിതമിവ ചൂർണം ദധതി യേ. രാമ നമാമി വർണ്ണോത്തമാനം ദേവാന. ഉത്തമ വർണ്ണമുള്ള ഈ ദേവന്മാരെ ഇതാ ഞാൻ നാരദ അമീ വസവ. ഇതാ ഇവർ അഷ്ടവസുക്കളാണ്. ഇമൗ അശ്വിനു. ഇവർ അശ്വിനി ദേവതകളാണ്. എല്ലാ ദേവന്മാരും അന്തരീക്ഷത്തിൽ നിലനിൽപ്പുണ്ട്. ആദ്യം ഗണദേവതകളെ പറയുക. ആരാണ് ഗണദേവതകൾ? 1 ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, അശ്വിനി ദേവതകൾ. രാമ നമോസ്തു ലോകഹിതപരായണേഭ്യോ ദേവേഭ്യ. ലോകത്തിന്റെ ഹിതത്തിൽ പരായണന്മാരായിരിക്കുന്ന ദേവന്മാർക്കായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കും. നാരദ ആദ്യം മനും ദശരഥം ചരമം ചകൃത്വാധിഷ്ഠന്തി ഭൂമിപതയ പിതരസ്തവേദേ ഏ ഭൂതിമിന്ദ്രവിഷയാം പരിഭൂയ ദത്തം പിണ്ഡം ത്വയാ പ്രതിദിനം പ്രതിപാലയന്തി. ആദ്യത്തെ സൂര്യവംശത്തിലെ രാജാവായ മനു, ചരമം ഏറ്റവും ഒടുവിലുള്ള ദശരഥൻ. അപ്പം മനു മുതൽ ദശരഥൻ വരെയുള്ള എത്രയോ പിതൃപിതാമഹന്മാർ അങ്ങേക്കുണ്ട്. രാമനുണ്ട്. അവരൊക്കെ തിഷ്ഠന്തി പിതരസ്തവൈതേ. ഇതൊക്കെ അങ്ങയുടെ പിതാക്കളാണ്. പിതരഹ തവയതേ. എണ്ണി നോക്കൂ, മനു മുതൽ എത്ര പരമ്പരകളാ നിൽക്കുന്നത്. ഏ ഭൂതി ഇന്ദ്രവിഷയാം പരിഭൂയദത്തം. ഇന്ദ്രവിഷയമായ ആ ഭൂതിയെ പരിഭൂയ, ആ ഐശ്വര്യത്തെ മുഴുവനും സ്വീകരിച്ചിട്ട് പിണ്ഡം ത്വയാ പ്രതിദിനം പ്രതിപാദിക്കും. താങ്കൾ കൊടുക്കുന്ന പിണ്ഡത്തെ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. കാരണം മക്കളും മക്കളുടെ മക്കളും അടങ്ങുന്ന പരമ്പരകൾ കൊടുക്കുന്ന പിണ്ഡം സ്വീകരിച്ചിട്ടാണ് ആ പിതൃക്കൾ സന്തുഷ്ടരാകുന്നത്. എങ്കിൽ മാത്രമേ പിതൃദേവതകൾ സന്തോഷിക്കൂ. അതുകൊണ്ട് നാരദൻ പറഞ്ഞു, മനു മുതൽ ഏറ്റവും ഒടുത്ത ദശരഥൻ വരെയുള്ള രാജാക്കന്മാർ പിണ്ഡം സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ആദ്യം മനും ദശരഥം ചരമം ചകൃത്വാം തിഷ്ഠന്തി ഭൂമിപതയ
ഇതരസ്തവേദേ ഹേ ഭൂതി ഇന്ദ്രവിഷയാം പരിഭൂയ ദത്തം പിണ്ഡം ത്വയാ പതിദിനം പരിനം പ്രതിപാലയന്തി ഉഭൗ ഭാശ്രുജലം പ്രണവത. രാമലക്ഷ്മണ രണ്ടുപേരും കണ്ണീരോട് നമസ്കരിക്കും. രാമ കശ്യലക്ഷ്മണ, നോക്കൂ ലക്ഷ്മണ, മസ്താതം, നമ്മളുടെ പിതാവിനെ കണ്ടില്ലേ? സ്വദൃഷ്ടി പരിരംഭിണം, അവരുടെ കണ്ണുകൊണ്ട് നമ്മളെ ആലിംഗനം ചെയ്യുന്നില്ലേ? സ്വദൃഷ്ടി കൊണ്ട് പരിരംഭണം ചെയ്യുന്ന, ആലിംഗനം ചെയ്യുന്ന പിതാവിനെ കണ്ടില്ലേ? സത്യം സംരക്ഷതായേന, ആ യാതൊരാളാണോ സത്യത്തെ സംരക്ഷിച്ചത്, തെക്തോഹം അസുഭിസമം, പ്രാണന് തുല്യമായി സത്യത്തെ സംരക്ഷിക്കുന്നതിൽ ആരാണോ ഇതുവരെയുള്ള നമ്മുടെ പിതൃപിതാമഹന്മാർ ആചരിച്ചു വന്നത്, അത് തന്നെയാണ് ഇപ്പൊ നമ്മളും ആചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ പിതാവിനെ നോക്കൂ. സത്യം പരിപാലിക്കാൻ വേണ്ടി അന്തിമ നിമിഷം വരെ പ്രയത്നിച്ച ആളാണ് ഈ ദശരഥൻ. പശ്യലക്ഷ്മണനസ്താദം സ്വദൃഷ്ടി പരിരംഭിണം സത്യം സംരക്ഷതായേന തെക്തോഹം അസുഭിസമം. ലക്ഷ്മണ, ആര്യ സ്വപ്നീപമേ പഠിക്കുന്നു. സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. നേരിട്ട് ഇവരൊക്കെ തന്നെയാണോ? രാമ, ഭഗവൻ ഈ ആഗമന കാരണം ദേവാനാം ഋഷീണാം പിതॄണാം. നാരദന് ചോദിച്ചു, ഈ ദേവഗണങ്ങളും ദേവന്മാരും ഋഷിമാരും പിതൃക്കളും ഒക്കെ ഇങ്ങോട്ട് വരാൻ ഇപ്പൊ എന്താണ് കാരണം? കിം ആഗമന കാരണം? നാരദ, ഭവതോ ദേവ്യാഹ സീതായാഹ പാതിവൃത്യ അനുഭാവ. അങ്ങയുടെ ദേവിയായ സീതയുടെ പാതിവൃത്യത്തിന്റെ സാക്ഷ്യമാണിതെല്ലാം. സീതയുടെ പാതിവൃത്യം എന്ന ഏക ഗുണം കൊണ്ടാണ് ഇത്രയും മഹർഷിമാർ ഇപ്പോൾ നിൽക്കാൻ കാരണം. അതിന്റെ അനുഭാവമാണ്, അതിന്റെ ശക്തിയാണ്, അതിന്റെ വൈഭവം. രാമ, തസ്യ അത്ഭുത ദർശനമേവ എന്ന പ്രത്യേക കാരണം ആസീത് തഥാപി മാം സന്ദേഹയതി തസ്യ രൂപശോഭാ. അസ്യ അത്ഭുത ദർശനം ഏവ, ഇവരുടെ ഈ അത്ഭുത ദർശനം തന്നെ നഹ ഞങ്ങൾക്ക് പ്രത്യേക കാരണം ആസി, വിശ്വാസ കാരണം ആയി. വിശ്വസിക്കാൻ ഇത് കാരണമാണ്. സീത പതിതയാണെന്ന് വിശ്വസിക്കാൻ ഇവരുടെ ആഗമനം മാത്രം മതി. അതുകൊണ്ട് വിശ്വസിക്കാം, മറ്റൊരു പരീക്ഷയിനി ആവശ്യമില്ല. അസ്യ അത്ഭുത ദർശനമേവ എന്ന പ്രത്യേക കാരണം ആസീത് തഥാപി, എന്നാലും മാം സന്ദേഹേതി, എന്നെ സംശയിപ്പിക്കുന്നു. സസ്യാഹ രൂപശോഭാ നിമിത്തം, അവളുടെ രൂപശോഭാ നിമിത്തം എന്നെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? സന്ദേഹിപ്പിക്കുന്നു. വിരഹാവസ്ഥയ്ക്ക് അനുരൂപമല്ലാത്ത വേഷഭംഗി എന്തുകൊണ്ടുണ്ടായി എന്ന് ഇപ്പോഴും എനിക്ക് ആശങ്ക. മറുപടി ഇതുവരെ കിട്ടിയില്ലല്ലോ. സീത പറയാൻ തുടങ്ങി, പക്ഷേ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ് സീതയെ രാമൻ ഇങ്ങനെ സർവ ആഭരണ വിഭൂഷിത ഗാത്രിയായിട്ട് കണ്ടത്? അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. തഥാപി മാം സന്ദേഹേതി തസ്യാഹ രൂപശോഭാ നിമിത്തം, അവളുടെ സൗന്ദര്യ ശോഭയുടെ നിമിത്തം എനിക്ക് ഇപ്പോഴും സംശയമാണ്. ഭാരത കിം ന ജാനീഷി, അറിയുന്നില്ലേ? തസ്യാഹ രൂപശോഭാ നിമിത്തം, അവളുടെ സൗന്ദര്യ ശോഭയ്ക്കുള്ള കാരണം അറിയുന്നില്ലേ? ഭഗവൻ നജാനി, അറിയില്ല. നാരദ, തസ്യാഹ മഹർഷി പത്നാസ്താവത് അനസൂയായ വരപ്രധാനവശാത് ഖലു. മഹർഷി പത്നിയായ അനസൂയയുടെ വരപ്രദാനം കൊണ്ട് തന്നെയല്ലേ ഇത്? ഓർമ്മിച്ചു നോക്കൂ രാമ. ദണ്ഡകേപി മമ സന്ദേഹപദമിതം ആഫീത് എന്ന പൃഷ്ടം പരമാർത്ഥം. ദണ്ഡകേപി, ദണ്ഡകത്തിൽ വെച്ച് തന്നെ എനിക്ക് സന്ദേഹപദമിതം, ഇതെനിക്ക് സംശയം ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷെങ്കിൽ ന പൃഷ്ടം പരമാർത്ഥത, ഈ പരമാർത്ഥം ആരും എനിക്ക് ഇതുവരെ പറഞ്ഞില്ല. ഇത് സീതയ്ക്ക് മാത്രം കൊടുത്ത അനുഗ്രഹമാണ്, ബാക്കി ആരും അറിഞ്ഞില്ല.
അന്ന് ദണ്ഡകാരണത്തിൽ വെച്ച് കൊടുത്തതാണ്. പക്ഷെ ഇതുവരെ എന്നോട് ആരും ഇത് പറഞ്ഞിരുന്നില്ലല്ലോ. നാരദ തസ്യാഹ ശരീരഗതം തവ ദർശനപഥേ സർവം മണ്ഡലരൂപം ഭവിഷ്യതി. തസ്യാഹ ഫീതായാഹ, ആ ഫീതയുടെ ശരീരഗതം, ശരീരത്തിലേക്ക് എത്തുമ്പോൾ, തവ ദർശനപഥേ, താങ്കളുടെ കൺമുമ്പിൽ ഫീത എപ്പോഴൊക്കെ വരുന്നുവോ സർവം മണ്ഡലരൂപം ഭവിഷ്യതി, എല്ലാ ആഭരണത്തോടു കൂടി മാത്രമേ അവളെ താങ്കൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. തഥാഹി, എന്നാൽ വസുധാരജ ശയനകാലഭഞ്ജിതം സ്തനമണ്ഡലേ മലയത്വമാഗതം സമപദ്യതാശ്രയമഹീരുഹച്യുതം പരിണാമ്യപത്നമളകഭൂഷണം. വസുധാരജ, വസുധ ഭൂമി, ഭൂമിയിലെ രജസപ്പൊടി, മൺതരികൾ, പൊടികൾ, ശയനകാല മണ്ണിൽ കിടന്നുറങ്ങിയപ്പോൾ ദേഹത്ത് പറ്റിക്കൂടിയ കൂട്ടങ്ങൾ സ്തനമണ്ഡലേ, മാറിടത്തിൽ മലയജത്വം ആകും, അത് ചന്ദനമായി പരിണമിച്ചു. ദേഹത്ത് പുരട്ടിയ പൊടികൾ മണ്ണിൽ നിലത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ ദേഹത്ത് പറ്റിയ പൊടികൾ ഒരു ചന്ദനം പോലെ അവളുടെ ദേഹത്ത് സമപദ്യത ആശ്രയമഹീരുഹച്യുതം, അടുത്തുള്ള വൃക്ഷത്തിൽ നിന്നും വീണുപോയ, മഹീരുഹ വൃക്ഷം ച്യുതം വീണുപോയ, പരിണാമ്യപർണം അളകഭ്യഭൂഷ, കരിയിലകൾ ആ അളകത്തിനൊരു അലങ്കരണമായി മാറി. അടുത്തു വീണ കരിയിലകൾ നിലത്ത് കിടന്നുറങ്ങുന്ന അവളുടെ മുടിയിൽ പറ്റിയിട്ട് അത് പൂമാലകൾ പോലെ അലങ്കാരമായി പരിണമിച്ചു. വസുധാരജശയനകാലഭഞ്ജിതം സ്തനമണ്ഡലേ മലയജത്വമാഗതം സമപദ്യതാശ്രയമഹീരുഹച്യുതം പരിണാമി പർണമളകഭൂഷണം. രാമ, കൃതം ദേവശാസനേന നന്നു ഭഗവാൻ സത്യവാദി സമാധിചക്ഷുരേവം. എന്താ പ്രമാണം? ദേവശാസനേന കൃതം, ദേവന്മാരുടെ ശാസനകൾ ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഭഗവാൻ സത്യവാദി, അങ്ങ് സത്യം മാത്രം പറയുന്നവരാണ്. സമാധിചക്ഷുരേവ പ്രമാണം, അങ്ങയുടെ സമാധിയായ കണ്ണ് തന്നെ ഇവിടെ പ്രമാണം, ഗീത പരിശുദ്ധിയാണ് എന്നുള്ളത്. ലക്ഷ്മണ ആത്മകഥം അഹോന്നു ഖലു മന്ദേഹി അസ്മാഭിഹി വചന വിസ്ഫുലിംഗൈ ആഹതാപി മഹാദേവി നാപദ്യത. അഹോന്നു ഖലു മന്ദേഹി അസ്മാഭി, മണ്ടന്മാരായ ഞങ്ങളാൽ വചന വിസ്ഫുലിംഗൈ, വാക്കുകളാകുന്ന തീപ്പൊരികളെ കൊണ്ട് ആഹതാപി, ധാരാളം പ്രഹരിക്കപ്പെട്ടിട്ടും മഹാദേവി, വെറും ദേവിയല്ല മഹാദേവിയായ സീത നാ അപദ്യത വികൃതിയും, ഒരു വികാരവും ഉണ്ടായില്ല, ഒരു മാറ്റവും ഉണ്ടായില്ല. ഞങ്ങൾ എന്തുമാത്രം അധിക്ഷേപിച്ചു സീതയെ. രാക്ഷസന്മാരുടെ ഓരോരുത്തരുടെ വീടുകളിൽ പോയി രാത്രികാലങ്ങളിൽ ശയിച്ച് കിടന്നുറങ്ങി വന്നവളാണ് നീ എന്ന് പറയരുതാത്ത പലതും പറഞ്ഞാൽ ചിന്തിച്ചില്ല. അപ്പോഴൊക്കെയും ഒരു വികാരവും ഇല്ലാതെ ഇത് സഹിച്ചുകൊണ്ടിരുന്ന ദേവി വെറും ദേവിയല്ല, മഹാദേവിയാണ്. അഹോന്നു ഖലു മന്ദേഹി അസ്മാഭിഹി വചന വിസ്ഫുലിംഗി ആഹതാവി മഹാദേവി ആപദ്യത. രാമ, ഭഗവൻ കിം ആജ്ഞാപയതി ദേവാഹ മഹർഷേഷ്ഠ. ദേവന്മാരും മഹർഷിമാരും എന്താണ് ആജ്ഞാപിച്ചിരിക്കുന്നത്? നാരദ സഹ രാവണ ജീവിതേ സമാപ്തത്തെ വനവാസകാല. രാവണന്റെ ജീവിതം കഴിഞ്ഞതോടെ തേ വനവാസകാല സമാപ്ത, നിന്റെ വനവാസകാലവും തീർന്നു. രാവണ നിഗ്രഹത്തോടെ വനവാസകാലം തീർന്നിരിക്കുന്നു. തസ്മാത്, അതുകൊണ്ട് സാർത്ഥം ദേവ്യാ, ദേവിയോടൊപ്പം നഗരി അയോധ്യ പ്രവേഷ്ടവ്യേ,
അയോധ്യ നഗരിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ് എന്നാണ് ദേവന്മാരും ഋഷിമാരും പറഞ്ഞത്. 14 വർഷം പൂർത്തീകരിച്ചു. രാവണവധം പൂർണ്ണമായപ്പോൾ അങ്ങയുടെ വനവാസകാലവും പൂർണ്ണമായി. ഇനിയും സീതയുമായി അയോധ്യയിലേക്ക് തിരിച്ചെന്ന് രാജ്യഭാരം സ്വീകരിക്കുന്ന സമയമായി എന്ന് ദേവന്മാരും ഋഷിമാരും ആജ്ഞാപിച്ചു. രാമ അനുഗ്രഹിച്ചു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു. ഇവരുടെ അനുഗ്രഹം കൊണ്ട് നാരദ തേന ഹി ആനയനാർത്ഥം ദേവ്യാഹ ലക്ഷണമാജ്ഞ. എന്നാൽ സീതാദേവിയെ കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. ആനയനാർത്ഥം കൊണ്ടുവരാൻ വേണ്ടി ദേവ്യാഹ ദേവിയുടെ ലക്ഷ്മണം ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു പറയും. രാമ ജനാന്തിയം ലക്ഷ്മണ കാനാമാത്ര പ്രതിപത്തി. സീത തികച്ചും പരിശുദ്ധിയാണെന്ന് തെളിയിക്കാൻ ദേവന്മാരാണ് സാക്ഷികളെന്ന് ദിവ്യദൃഷ്ടിയായ നാരദനിൽ കൂടി അറിഞ്ഞു. അയോധ്യയിലേക്ക് പോകാനാണ് അവർ നിർദ്ദേശിക്കുന്നത് എന്നും നാരദൻ ഉപദേശിച്ചു. എന്നിട്ടും രാമൻ ലക്ഷ്മണന്റെ ചെവിയിൽ രഹസ്യമായി അന്വേഷിക്കുന്നു. ലക്ഷ്മണ, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? സീതയെ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, കൊണ്ടുവന്ന് പോവുകയാണോ എന്ന് ലക്ഷ്മണന്റെ ഇംഗിതം അറിയാൻ വേണ്ടി ലക്ഷ്മണന്റെ ചെവിയിൽ രഹസ്യമായി ചോദിച്ചു. ജനാന്തികം വെച്ചാൽ ജനങ്ങൾ കേൾക്കാതെ രഹസ്യമായി. ലക്ഷ്മണ കാനാമാത്രം, ഇവിടെ എന്താണ് വിശ്വാസം? ആര്യ കിമത്ര പരീക്ഷിതവ്യമസ്യാഹ ശുദ്ധിസാക്ഷിണോ ദേവാഹ പിതരോ മഹർഷേഷ. അവളുടെ ശുദ്ധിയെ ഇനിയും എന്തു പരീക്ഷിക്കാനിരിക്കും? അതിന് സാക്ഷികളായ ദേവന്മാരും പിതൃക്കളും മഹർഷിമാരും അല്ലേ ഈ നിൽക്കുന്നത്? അഗ്നിവിശുദ്ധിയായ സീതയുടെ ആ പരിശുദ്ധിയെ ഇനിയും പരീക്ഷിക്കേണ്ടതില്ലെന്നും ഈ സീത ഇത്രയും നാള് പരിശുദ്ധിയാണെന്ന് സാക്ഷി പറയാൻ വന്നവരാണ് അങ്ങയുടെ മനു മുതലുള്ള ദശരഥൻ വരെയുള്ള രാജാക്കന്മാർ, ഏകാദശ രുദ്രന്മാർ, അഷ്ടവസുക്കൾ, ആദിത്യന്മാർ, ഇന്ദ്രാദികൾ, അഷ്ടദിക്പാലകന്മാർ. എത്ര പേരാ വന്നിരിക്കുന്നത്? മഹർഷിമാർ. ഇതൊക്കെ സാക്ഷികളല്ലേ, ഇനി എന്താലോചിക്കാൻ? രാമപ്രകാശം ഉറക്കെ ലക്ഷ്മണ അനുദിഷ്ഠ മഹർഷി ശാസനം, മഹർഷിമാരുടെ ശാസനം അനുഷ്ഠിച്ചോളൂ. ലക്ഷ്മണ യഥാജ്ഞാപയത്തെ ആര്യ നിഷ്പ്രാന്ത. ആര്യൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞത്. നാരദ അഹോന്നു ഖലു തപ അനുഭാവോ വിസ്മയനീയ പശ്യ. അങ്ങയുടെ അനുഭാവം വിസ്മയകരമായി. നോക്കൂ. കാർമുകേണ ശമിതേ തപാധുനാം രാവണേത ഭുവനൈകകണ്ഠകേ പാഭവഫിരകുവീര കേവലം ജാതമംബുധരമണ്ഡനം ധനു. കാർമുകേണ വില്ലുകൊണ്ട് ശമിതയെ ശമിക്കപ്പെട്ടു തവ അങ്ങയുടെ അധുന ഇപ്പോൾ. രാവണേ ശമിതേ രാവണനെ ശമിപ്പിക്കപ്പെട്ടപ്പോൾ ത്രിഭുവനൈകകണ്ഠകേ 3 ലോകത്തിനും മുള്ളുപോലെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ആ രാവണൻ അങ്ങയുടെ വില്ലുകൊണ്ട് ഇപ്പോൾ ശാന്തനായി ശമിക്കപ്പെട്ടു, നിർജീവനായിരിക്കെ. വാസവസ്യ ധനുഹു ഇന്ദ്രന്റെ വില്ല്, ദേവേന്ദ്രന്റെ വില്ല് കേവലം അംബുധരമണ്ഡലം ജാതം. അംബുധരമണ്ഡലം മഴവില്ല്. അംബുധരം മേഘം, മേഘത്തെ അലങ്കരിക്കുന്നത് മഴവില്ല. അംബുധരമണ്ഡലം ജാതം മേഘത്തെ അലങ്കരിക്കുന്ന മഴവില്ലുപോലെയായി മാറിയിരുന്നു. ഇന്ദ്രന്റെ വില്ലിന്, മഴവില്ലിന് ഇന്ദ്രന്റെ വില്ലെന്നൊരു പേരുണ്ട്. ഇന്ദ്രധനുസ് എന്നാണ് മഴവില്ലിന് മറ്റൊരു പേര്. ഇപ്പോൾ ഇന്ദ്രന്റെ വില്ല് മഴവില്ല് പോലെ കാണാൻ ഭംഗിയുള്ള ഒരു ഉപകരണം മാത്രമാണ്. കാരണം ആരെയും ഒന്നും ചെയ്യണ്ട. ആര് ചെയ്തു?
അങ്ങ് രാവണൻ അനുഗ്രഹിച്ചു കഴിഞ്ഞോടെ ലോകത്ത് അസുരന്മാരില്ല, രാക്ഷസന്മാരില്ല, ശത്രുക്കളില്ല. അപ്പൊ പിന്നെ ഇന്ദ്രന് തന്റെ ആയുധം എടുക്കേണ്ടി വരികയില്ല. പിന്നെ ഏതായുധമാണ് ഇപ്പൊ കയ്യിലുള്ളത്? ഇപ്പൊ കയ്യിലുള്ളത് മഴവില്ലാണ്. അതൊരു ആഭരണമാണ്, അലങ്കാരമാണ് ഇന്ദ്രനെ സംബന്ധിച്ച്. കാർമുകേണ ശമിതേ തവാധുനാം രാവണേത ഭുവനേകണ്ടകേ ബാഫവ്യ രഘുവീര കേവലം ജാതമംബുധരമണ്ഡനം ധനു നമനു തസ്യ ദേവാ മുനീശ്ച കാരണം. ഇതിന് കാരണം ദേവന്മാരും മുനിമാരും തന്നെയാണല്ലോ, ഞാനല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ തത്ര വിശദീക്ഷിത ലക്ഷ്മൺ. അനന്തരം സീതയെ കൊണ്ടുവരാൻ പോയ ലക്ഷ്മണനും സീതയും കൂടി രംഗത്ത് സീത ജിഹ്രേമ്യഹം അനേന വൃത്താന്തേന. ജിഹ്രേമിനത്തെ ലജ്ജിക്കുന്നു. ഹ്രീ എന്ന വാക്കിന്റെ അർത്ഥം ലജ്ജയെന്ന്. ഹ്രിയത്തി അതിന്റെ എന്താ ക്രിയാപദമാണ്, ലട്ടാണ്. അതിന്റെ ലിട്ടാണ് ജിഹ്രേം. ഞാൻ ലജ്ജിക്കുന്നു. അഹം അനേന വൃത്താന്തേന. ഈ വൃത്താന്തം, ഏത് വൃത്താന്തം? അഗ്നിപ്രവേശകരണം എന്ന വൃത്താന്തം എന്നെ പോലും ലജ്ജിപ്പിക്കുകയാണ്. ഞാൻ എന്തിനെ തീ ചാടാൻ പോകുന്ന? നഹി നഹി, അല്ലല്ല, തുഷ്യാമ്യവ, ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ സന്തോഷിക്കാൻ. തസ്യ പാപസ്യ പ്രസ്ഥാന സമയം, ആ മഹാപാപിയായ രാവണന്റെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാന സമയത്ത് കേനാപി ഹസ്തസ്പർശോ, ഏതോ ഒരു കൈയുടെ അറ്റ എന്റെ ദേഹത്ത് കൊണ്ടുപോകും. ലങ്കായാമി പാദസ്പർശ സമ്പത്ത, ലങ്കയിൽ വെച്ച് കാലിന്റെ അറ്റം എന്റെ കയ്യിൽ ഒന്ന് സ്പർശിച്ചു എന്ന്. തസ്യ പാപസ്യ, ഈ രണ്ട് പാപത്തിന് ശരീരസ്പർശ പാംഫുലാനി ഗാത്രാണ്. ആ രാവണന്റെ ശരീരത്തെ തൊട്ടു എന്ന്, സ്പർശിച്ചു എന്നുള്ള പാംഫുലങ്ങളായ, പൊടിപുരണ്ട മലിനങ്ങളായ ഗാത്രാണി, എന്റെ ഈ ശരീരത്തെ അഗ്നി വർജയിത്വ കഥം പരിശുദ്ധാനുഭവിക്കും. അഗ്നി അല്ലാതെ ആർക്ക് ശുദ്ധീകരിക്കാൻ പറ്റും? എന്റെ ഈ ശരീരത്തെ ശുദ്ധീകരിക്കാൻ അഗ്നിക്ക് മാത്രമേ പറ്റൂ. തീർത്ഥോദകം ച അന്വേഷ്ട അന്യത ശുദ്ധിമർഹത. ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള രണ്ട് വസ്തു, ഒന്ന് തീർത്ഥജലം, പിന്നൊന്ന് അഗ്നി. ശരീരസ്പർശ പാംഫുലാനി ഗാത്രാണി, ശരീരസ്പർശം കൊണ്ട് പാംഫുലങ്ങളായ ശരീരങ്ങൾ അഗ്നി അല്ലാതെ ആർക്കാണ് ശുദ്ധീകരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ഈ അഗ്നി വിശുദ്ധി സന്തോഷിക്കാൻ, ലജ്ജിക്കല്ല. ആദ്യം ഇങ്ങനെ പറഞ്ഞോളാം പ്രവേശം. ഇത് വേദന വയ്ക്കുള്ള സീതയുടെ വിചാരമാണ്. ജിഹ്രാമ്യഹമനേന വൃത്താന്തേന നഹി നഹി തുഷ്യാമ്യേവ തസ്യ പാപസ്യ പ്രസ്ഥാന സമയെ കേനാപി ഹസ്തസ്പർശോ ലങ്കായാമപി പാദസ്പർശ സമ്പത്തഃ തസ്യ പാപസ്യ ശരീരസ്പർശ പാംഫുലാനി ഗാത്രാണി അഗ്നിം വർജയിത്വ കഥം പരിശുദ്ധാനി ഭവിഷ്യന്തി ജയത്വ. ഇത്രയും വിചാരിച്ചുകൊണ്ടെന്ന് അടുക്കളന്ന് ആരോപണം ചെയ്യിക്കട്ടെ. രാമ ദേവി ഇതിനെ വരൂ, ഇതിനെ വരൂ. ശങ്കിതാസിമയാ ദേവി, ഹേ ദേവി, എന്നാൽ നിന്നെ ശങ്കിക്കപ്പെടും. ധർമ്മശീലാഭി ജാനകി, ധർമ്മശീലയാണെങ്കിലും ജാനകിയെ ഞാൻ ആശ്രയിക്കും. വിശ്വാസന്തേ കഥം ശേഷ ദോഷിത പോഷിത പ്രിയൈ. അങ്ങനെയാണെങ്കിലേ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന സ്ത്രീകളെ ഏത് പുരുഷന്മാർക്ക് വിശ്വസിക്കാൻ പറ്റും? വിശ്വാസത്തിന്റെ കഥം ശേഷാഹ, ബാക്കിയുള്ളവർ യോഷിത, യോഷിത്ത് പ്രിയൈ, തങ്ങളുടെ പ്രിയന്മാരെ പ്രോഷിതം പറഞ്ഞയച്ച ദൂരദേശത്തേക്ക് പോയ, അങ്ങനെയുള്ള ദീർഘകാലം വേർതിരിഞ്ഞിരിക്കുന്ന സ്ത്രീകളെയും പ്രിയന്മാർ ഇതുപോലെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അവർ വിശ്വസ്തരാണോ എന്ന് നിങ്ങൾ നിശ്ചയിക്കും. അപ്പോൾ ലോകത്തിന് മാതൃക കാട്ടി കൊടുക്കാനാണ് ബോധപൂർവം ഇങ്ങനെ പരീക്ഷിച്ച് മറിച്ചു വിചാരിക്കുന്നത്.
നാളെ സീതയ്ക്ക് കുഴപ്പമില്ല, സീതയെപ്പോലെ പല സ്ത്രീകളും ഭർത്താവ് മാറി നിൽക്കുമ്പോൾ മറ്റ് ഗൃഹങ്ങളിലും വീടുകളിലും പോയി മറ്റ് പരപുരുഷന്മാരെ പ്രാപിക്കാൻ ഇടയാവരുത് എന്ന് കാണിക്കാൻ, ലോകത്തെ വിശ്വസിപ്പിക്കാൻ മഹത്തായ ഒരു ശിക്ഷ, അഗ്നി പരീക്ഷ വാസ്തവത്തിൽ വന്നു ചേർന്നതാണ്. ഇത് ആവശ്യമില്ല എങ്കിലും നമ്മൾ എപ്പോഴും അനുകരിക്കുന്നവരാണ്, മറ്റുള്ളവരാണ്. വിശ്വാസത്തിന്റെ കഥം ശേഷാഹ യോഷിത ഭൂഷിത. എന്തുകൊണ്ടാണ് ഈ അഗ്നിവിശുദ്ധി എന്ന് രാമൻ മനോഹരമായി ബോധ്യപ്പെടുത്തി സീതയെ നമ്മളെ. സീത ആര്യപുത്ര ഏവ പരമാർത്ഥത ജാനാൻ. സത്യം ആര്യപുത്രൻ അറിയുന്നുവല്ലോ, മതി. ഞാൻ പരിശുദ്ധിയാണെന്ന സത്യം ആർക്കറിയാം? ആര്യപുത്രൻ അറിയാം, അത് മതി. രാമ ദേവി സ്നിഗ്ധസ്യാപി വിപ്രതിപത്തി ഫലവതീ സമൃദ്ധ യാ ദേവാ മഹർഷേശ്ച പ്രത്യക്ഷീകൃതാഃ. സ്നിഗ്ധസ്യാപി സ്നേഹിക്കുന്നതിനും, വിപ്രതിപത്തി താല്പര്യമില്ലായ്മ, വിരോധാവസ്ഥ ഉണ്ടാവാം, ഫലവതീ സമൃദ്ധ അത് ഫലവത്തായി തന്നെ. എങ്ങനെ? യാ ദേവാഹ മഹർഷേഷ്ഠ പ്രത്യക്ഷീകൃതാഃ. ഇവിടെ ദേവന്മാരും മഹർഷിമാരും പ്രത്യക്ഷപ്പെട്ടു വന്നില്ലേ? അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഈ വിപ്രതിപത്തി, ഈ വേർപെടൽ മഹത്തായ ഒരു ഫലത്തെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വേർപിരിഞ്ഞിരിക്കുമ്പോഴാണ് ഈശ്വരാനുകൂല്യം എന്ന മഹത്തായ ഫലം ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ദുഃഖ കാരണം അല്ല. തദപ്രവിശതി കൃതാഭിഷേകോ വിഭീഷണ. അനന്തരം അഭിഷേകം കഴിഞ്ഞ വിഭീഷണൻ ലങ്കാരാജാവായിട്ട് പ്രവേശിക്കും. വിഭീഷണ ജയതു ദേവ. രാമ വിഭീഷണ കാ വാർത്ത ലങ്കായാം. ലങ്കയിൽ എന്ത് വാർത്തയുണ്ട്? രാമ വിഭീഷണ ദേവം ആക്രോശതി ലങ്കാവാസി മഹാജന. ലങ്കാവാസികളായ മഹാജനം ശ്രീരാമദേവനോട് ആക്രോശിക്കുന്നു, ദേഷ്യപ്പെട്ട് പറയുന്നു. എന്താ പറഞ്ഞ്? പര്യാകുല തിഷ്ഠത്. അല്പസമയം വല്ലാതായി മനസ്സും ബുദ്ധിയും ഒക്കെ. വിഭീഷണ മയോ മദ്യസ്പർശം പരിശങ്ക്യത്തെ നാമിശ്രം ഹിരണ്യം ഹിരണ്യരേതസം അഹതി കഥം ദീപികാം തമ കളങ്കയതി. ഇതാണ് ലങ്കാവാസികളായ ജനങ്ങൾ പറയുന്നത്. പയഹ എന്നർത്ഥം പാല്. മദ്യസ്പർശം പരിശങ്കത, മദ്യം തൊട്ടതാണെന്ന് പാലിനെ ശങ്കിക്കപ്പെടുന്നു. ഒരിക്കലും പാലും മദ്യവുമായി മിശ്രണം ചെയ്യില്ല. പരിശുദ്ധമായ പാല് മദ്യം കലർന്നതാണെന്ന് ഒരാൾ സംശയിക്കുന്ന പോലെയാണ്. സീത കളങ്കയാണെന്ന് സ്വന്തം ജനങ്ങൾ സംശയിക്കുന്നത്. മഹാജനങ്ങൾക്ക് സംശയമേ ഇല്ല. അവരിൽ സംശയം ഉണ്ടാക്കുകയാണ് ജനങ്ങൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അഗ്നിപ്രവേശവും നിഷ്പ്രയോജനമാണ്. കാരണം അമിശ്രം ഹിരണ്യം, കലർപ്പില്ലാത്ത സ്വർണം, ഹിരണ്യരേതസം നാഹതി, തീയിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കലർപ്പില്ലാത്ത സ്വർണമാണെങ്കിൽ പിന്നെ വീണ്ടും തീയിൽ ദുരക്കി കത്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് സൽസ്വഭാവം, നല്ല ശീലം തുടങ്ങിയ ധാരാളം ഗുണങ്ങൾ കൊണ്ട് അനുപമിതമായ ചാരിത്രവതിയായ ദേവിയുടെ അഗ്നിപ്രവേശം നിരർത്ഥകമാണ്. അതൊരാവശ്യമേ അല്ല. പിന്നെ നാമിശ്രം ഹിരണ്യം ഹിരണ്യരേതസമർഹതി, രാക്ഷസഗൃഹത്തിൽ താമസിച്ച് ഇപ്പോൾ കൊണ്ട് ദോഷമില്ല. കാരണം ഇരുട്ട് വിളക്കിനെ കളങ്കപ്പെടുത്തില്ലല്ലോ. എങ്ങനെയാണ്? കഥം ദീപികം തമ കളങ്കേതി. ദീപികയെ, വിളക്കിനെ ഇരുട്ട് കളങ്കപ്പെടുത്തുമോ? ഇല്ലല്ലോ, തിരിച്ചല്ലേ വരികയുള്ളൂ.
വിളക്ക് വന്നാൽ ഇരുട്ട് പോകും. വിളക്കിനെ മറച്ചു പിടിക്കാൻ ഇരുട്ടിന് കഴിയുമോ? ഇല്ല. അതുപോലെയാണ് സീതയുടെ ചരിത്രം. ഞങ്ങൾക്ക് സമ്പൂർണ്ണ വിശ്വാസമാണ് ഈ അഗ്നിപ്രവേശവും ഇതും അനാവശ്യമാണെന്ന് ലങ്കാനിവാസികൾ ഒരുമിച്ച് പറയുന്നു, അങ്ങയോട് ആക്രോശിക്കുന്നു രാമനോട്. ഇതാണ് ലങ്കയിലെ വാർത്ത എന്ന് ഇവിടെ വിഭീഷണൻ എന്ന് പറയും. രാമ ഇതാനീം ആശ്വാസിതോസ്മി ജനവാദശ്രവണേന. ഇപ്പോഴാണ് ഞാൻ ആശ്വസ്തനായത്. കാരണം ജനങ്ങളുടെ വാദം കേൾക്കും. ജനങ്ങളുടെ അഭിപ്രായമാണ് രാജാവിനെ സംബന്ധിച്ച് പ്രധാനം. ഋഷിമാരുടെ അല്ല, ദേവന്മാരുടെ അല്ല, സീതയുടെ അല്ല, ലക്ഷ്മണന്റെ അല്ല, ഹനുമാന്റെ അല്ല, സുഗ്രീവന്റെ അല്ല, വിഭീഷണന്റെ അല്ല. പിന്നെ ആരാണ്? ലങ്കാനിവാസികളായ ജനങ്ങൾ പറയണം. അവരാണ് സാക്ഷി. ഇപ്പൊ എനിക്ക് വിശ്വാസമായി സീത പരിശുദ്ധയാണ്. ഇതാനീം ആശ്വാസിതോസ്മി ജനവാദ ശ്രവണേ. വിഭീഷണ ദേവ മഹാദേവീം പ്രതി അവനതാനി ശിരാംസി നാഗരികാണാം അദ്യാപി നോത്തിഷ്ടന്തി. ആ മഹാദേവിയെ കുറിച്ച് ഓർത്ത് കുനിഞ്ഞു നിന്ന ആ നഗരവാസിയുടെ ശിരസ് ഇപ്പോഴും ഉയർന്നിട്ടില്ല. അവരിപ്പോഴും സീതയെ നമസ്കരിച്ച് കുനിഞ്ഞു നിൽക്കാണ്. അവരുടെ ശിരസ് ഇപ്പോഴും അദ്യാപി നോത്തിഷ്ടന്തി, ഇപ്പോഴും ഉയർന്നു വന്നിട്ടില്ല. രാമ ജാനയിൽ ഹിയാൻ അനുഭാവവും ജാനകിയ. ജാനകിയുടെ ജനങ്ങളുടെയുള്ള സമ്മതം എനിക്ക് ശരിക്കും മനസ്സിലായി. വിഭീഷണ പശ്യ ഭഗവതോ വൈശ്രവണസ്യ. ഭഗവാൻ വൈശ്രവണന്റെ പുഷ്പായുധ പ്രതിമ പുഷ്പകനാമധേയാം ധേയം വിമാനവസതേ ഗുണാനാം യാം സ്വീകൃതത്രിഭുവനാമപി അവകാശാം ആശാമിവാപുരപരസ്യ പരിഗ്രഹായം. പുഷ്പായുധ പ്രതിമ കാമദേവന് സമാനമായിട്ടുള്ള ഹേ രാമ. പുഷ്പായുധൻ കാമദേവൻ, കാമദേവന് സമാനായിട്ടുള്ള ഹേ രാമ. പുഷ്പായുധ പ്രതിമ പുഷ്പകനാമധേയ, പുഷ്പകം എന്നു പേരുള്ള സായം വിമാനവസതി. ഈ വിമാനമെന്ന വാസഗ്രഹം, ഈ വിമാനയാനം ഇത് അങ്ങ് കണ്ടാൽ ഗുണാനാം വസതേ, ഗുണങ്ങളുടെ വസതിയാണ്. യാം സ്വീകൃത ത്രിഭുവനാഭി സാവകാശാം. യാതൊന്നിനെയാണോ 3 ലോകവും നേടിയവളാണെങ്കിലും ഈ ത്രിഭുവനത്തിന്റെ പരിഗ്രഹത്തിന് വേണ്ടി, 3 ഭൂമിയെ സ്വീകരിക്കാൻ വേണ്ടി ആശാമിവ സാവകാശാം, ആശയെപ്പോലെ യോഗ്യതയുള്ളവളായി യാം ആഹു ആരെ പറയുന്നുവോ ആ വിമാനമാണിത്. അതുകൊണ്ട് ഈ വിമാനത്തിലേക്ക് കയറും. പുഷ്പായുധ പ്രതിമ പുഷ്പകനാമധേയാഫേയം വിമാനവസതേ ഗുണാനാം യാം സ്വീകൃത ത്രിഭുവനാമപി സാവകാശാം ആശാമിവാഹുരപരസ്യ പരിഗ്രഹായ. രാമ പ്രേക്ഷയ ഭഗവതി ലോകപാലായ വൈശ്രവണായ. ഇത് ലോകപാലനായ വൈശ്രവണിന് തന്നെ തീരുമാനം. അനത മാമ രാക്ഷസ ചിരാനുഭാവാത് മലീമസമിതം വിമാനം ദേവ്യാഹത്തവ ആരോഹണേന ച പവിത്രീകൃത്യ പശ്ചാത് സാകേതാത് കൈലാസം. ഇതെന്റെ വിമാനം അല്ലല്ലോ, ഞാൻ എനിക്കിപ്പോ വിമാനമില്ല. വൈശ്രവണന്റെ വിമാനം കടമെടുത്ത് കൊണ്ടുവന്ന് ഞാൻ എന്താ കയറുന്ന തിരിച്ചു കൊടുത്തേക്ക് വൈശ്രവണ. അപ്പൊ നാരദൻ പറഞ്ഞു, മാമ അങ്ങനെയല്ല, രാക്ഷസ ചിരാനുഭാവാ. ഈ വിമാനം ലങ്കാധിപതിയായ രാവണൻ കുറെ കാലം അനുഭവിച്ചതുകൊണ്ട് മലീമസമിതം വിമാനം. ഈ വിമാനം മലിനമായി തീർന്നിരിക്കുന്നു, മലീമസമായി തീർന്നിരിക്കുന്നു. ദേവ്യാഹത്തവ ആരോഹണേന, ദേവിയും അങ്ങും ഇതിൽ കയറുന്നത് കൊണ്ട് പവിത്രീകൃത്യ, ഇതിനെ പരിശുദ്ധമാക്കി മാറ്റിയിട്ട് പശ്ചാത് പിന്നീട് സാകേതാത് അയോധ്യയിൽ നിന്നും കൈലാസം ഉപനയാം. വൈശ്രവണന്റെ രാജ്യം കൈലാസമാണ്, അവിടേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ ഇത് നിങ്ങൾ കയറി പുണ്യാഹം തളിക്കുന്ന പോലെ പരിശുദ്ധമാക്കിയിട്ട് എന്ത് ചെയ്യണം? അയോധ്യയിലെത്തി അയോധ്യയിൽ നിന്ന് ഈ വിമാനം തിരിച്ച് ആർക്ക് കൊടുത്തേക്കാം? വൈശ്രവണന് കൊടുത്തേക്കാം.
രാമ ഉപപന്നമില്ല, ശരിയാണ്. ലക്ഷ്മണ പ്രഥമം ദേവി ആരോഹയാണ്. രഥം ആദ്യം ദേവിയെ രഥത്തിലിടുക. ലക്ഷ്മണ യഥാജ്ഞാപയത്യാര്യ അരുണാജ്ഞാപ സീത ഹം. അത്ര മാത്രമേ. എന്ത് അർത്ഥാന്തരങ്ങളാണ്! വനവാസത്തിലേക്ക് കാലുകുത്തിയപ്പോൾ മുതൽ ഇതുവരെ അനുഭവിച്ച സകല ദുഃഖങ്ങളും ഈ ഒരൊറ്റ നിശ്വാസം കൊണ്ട് സീത പുറത്തു കളഞ്ഞു. ഹം. രാമ സ്മിതം കൃത്വ ദേവി അഹം സത്യം രാമ ശശിമുഖിതമായി ദശമുഖോ രഥം ഭ്രാതാ മേ ത്വാം നയതി നസുതോ നൃപസ്തേ കൃതം വാചാ ഭൂയ സരസിജ പലാശവിമുഷ കരാങ്കുല്യാധേനു ഫകിരണം മണ്ഡനം. ഞാൻ സത്യമായിട്ടും രാമൻ തന്നെയാണ്. മുമ്പിങ്ങനെ തേരിൽ കയറിപ്പോയപ്പോൾ മായാരാമനായിരുന്നു. അപ്പൊ ഇപ്പൊ തേരിലോട്ട് കയറാൻ നോക്കുമ്പോ സീത പിന്നെയും ഒന്ന് ആശങ്കിക്കുകയാണ്. ഇത് ശരിയായ രാമനാണോ അതോ മായാരാമനാണോ എന്ന് അത് രാമന് മനസ്സിലായി. അപ്പൊ രാമൻ പറഞ്ഞു, സത്യം രാമൻ, സത്യമായി ഞാൻ രാമനാണ്. ശശിമുഖി എന്ന മായി ദശമുഖ, ഹേ സുന്ദരി, മായുള്ള ദശമുഖനല്ല ഇത്. രഥം ഭ്രാതാമേ ത്വം നയതി, ഈ രഥത്തിലിരിക്കുന്ന എന്റെ സഹോദരനാണ്. ത്വാം നയതി ന ഭൂതോ നൃപസുതേ, ഇതൊരു ഭൂതനല്ല. അന്ന് ഭൂതനാണ് തേര് കൊണ്ടുപോയത്. ഇത് ലക്ഷ്മണനാണ് ഇവിടെ ഇരിക്കുന്നത്. കൃപം വാചാ ഭൂയ സരസിജപരാശ വിമുഷ. എന്തിന് വാക്കുകൾ പറയുന്നു? താമരയുടെ ശോഭയെ മോഷ്ടിക്കുന്ന കരാങ്കുല്യ, ഈ കരാങ്കുലി പിടിച്ചുകൊള്ളൂ. നനു ഫകിരണം മണ്ഡലമിത, ഇത് പരിശോഭിക്കുന്ന ഒരു അലങ്കരണമാണ് എൻ്റെ ഈ കൈ. ഒന്നുകൂടി പാണിഗ്രഹണം ചെയ്ത് സീതയെ രഥത്തിലേക്ക് കൊണ്ടുവരും. സീത കേശോഞ്ജലി ദൈപ്പുകയും ആശ്ചര്യരത്നയോഹോ, ഈ ആശ്ചര്യരത്നങ്ങൾക്ക് ഞാനിതാ നമസ്കരിക്കുന്നു. അന്യഥാ കഥം ഇതാനിയും ആര്യപുത്രം രാക്ഷസം പ്രമാദോ ജാനാമി, അല്ലെങ്കിൽ ഞാൻ ആര്യപുത്രനെയും രാക്ഷസനെയും വാസ്തവം എങ്ങനെ തിരിച്ചറിയും? ഇവിടെ എന്നെ സഹായിച്ച ഏറ്റവും വലിയ രക്ഷിതാവ് ഈ മോതിരവും ചൂടാമണി, അതിനെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. ലക്ഷ്മണ ആര്യ തവ ശാസനാത് ദണ്ഡകേഷു പ്രസ്ഥിതിയുമായി, നിന്റെ ശാസനയനുസരിച്ച് ഞാൻ ദണ്ഡകവനത്തിൽ പോയപ്പോൾ സംരക്ഷിത മമ സമാധിരിഷുർണ ദൈവം സാക്ഷീതിയത് കഥിതമത്ര ദൈവജാതം സാമാന്യദർശന ജഡേന മയാ യദുക്തം ത്വം തക്ഷമസ്വ ശരണം ശരണവും മമേതൗ. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ട് രാമൻ പോയപ്പോൾ ദണ്ഡകവനത്തിൽ വെച്ച് സംരക്ഷിത മമ സമാധി ഇഷുർണ ദൈവം. അപ്പൊ സീത പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ രക്ഷിക്കുന്നത് നിന്റെ അമ്പല്ല, ഈശ്വരനാണ്, വിധിയാണ്, ദൈവമാണ് രക്ഷ. സാക്ഷീയ കഥിതം അത്ര തഥൈപജാതം. അന്ന് സാക്ഷിയായിട്ട് ഇവരാണുള്ളത് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു, വിധി കൊണ്ടാണിത്. സാമാന്യ ദർശന ജഡേനമയായതുക്തം, സാമാന്യമായി കാണാൻ പറ്റുന്ന മന്ദബുദ്ധിയായ ഞാൻ എന്തൊക്കെയാണോ അവിടെ വെച്ച് അങ്ങയോട് പറഞ്ഞത്, ത്വം തത് ക്ഷമസ്വ, അതെല്ലാം ക്ഷമിക്കൂ. ശരണം ശരണവും അമേതം, എന്റെ ആശ്രയം ഈ പാദങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് സീതയുടെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുന്നു. പ്രണമതി നമസ്കരിക്കുന്നു. സീത, കുമാര ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ. ഗോത്രദോഷം, ഇവിടെ എന്താണ് ദോഷം? രാക്ഷസ ശീർഷ സ്പർശ പാംസുല ഉപാദോ കുമാരേണ ഇതാനും പ്രക്ഷാളിതായുവ പരിശുദ്ധവും. രാക്ഷസന്റെ ശിരസ് കിരീടം വന്ന് തൊട്ട് സ്പർശിച്ചത് കൊണ്ട് കളങ്കിതമായ എൻ്റെ ഈ പാദങ്ങൾ കുമാരന്റെ കണ്ണീര് കൊണ്ട് കഴുകി ഇപ്പൊ പരിശുദ്ധായി. എഴുന്നേൽക്കൂ, മതി.
നേപഥ്യേ അണിയറയിൽ ദേവയോരുഭയോർദൃഷ്ടം മാഹാത്മ്യമതിമാനുഷം യസ്വധൈര്യം നിരാകാശി വികാരാചയാനലേ. ദേവയോഹോ ഉഭയോഹോ, രണ്ട് ദേവതകളിലെയും രാമന്റെയും സീതയുടെയും അതിമാനുഷമായ മാഹാത്മ്യം. ദേവയോരുഭയോഹ ദൃഷ്ടം മാഹാത്മ്യം അതിമാനുഷം. അതിമാനുഷം മാഹാത്മ്യം ദൃഷ്ടം, കണ്ടിരിക്കുന്നു. യഹ സ്വധൈര്യം നിരാകാർഷി, യാതൊരാളാണോ രാമൻ സ്വന്തം നിശ്ചയം ഉപേക്ഷിച്ച് നിർവികാരാച്ച യാനലേ, നിർവികാരയായി ആരെയാണോ അഗ്നിയിലേക്ക് പറഞ്ഞയച്ചത് ആ രണ്ടുപേരും ഇന്ന് ലോകഹിതം കണക്കിലെടുത്ത് തന്റെ പത്നി ചാരിത്രവതിയാണെന്നറിഞ്ഞിട്ടും താൻ പരിത്യജിച്ചു, ഒരാൾ അഗ്നിയിൽ പ്രവേശിച്ചിട്ടു, നിർവികാരിയായി കാണുന്നു. ഇത് രണ്ടും ലോകോത്തരമായ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന മഹാപുരുഷന്മാരാണ് രണ്ടുപേരും. നാരദ ഭദ്രമുഖ ഭഗവാൻ അഗ്നിദേവ തപാധന സാക്ഷിത്വം കൊണ്ടുവരുന്ന ഭദ്രമുഖ, അഗ്നി ഭഗവാൻ തന്നെ ഇവിടെ സാക്ഷിയായി വന്നില്ലേ? ആകാശേ പ്രധ്വാന അവിടെ പ്രധ്വനന്തി ശംഖപടക, ആകാശത്തിൽ ശംഖപടകങ്ങളുടെ ധ്വനി ഉണ്ടായി. സർവേ സവിസ്മയം അവലോകയുന്നു, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നു. നാരദ ഭദ്രമുഖ സ്വനിഷ്ക്രമണേന ദേവാഹ തപ നിഷ്ക്രമണം ചോദ്യം. നിന്റെ നിഷ്ക്രമണം കൊണ്ട്, നീ ഇപ്പോൾ ഇവിടുന്ന് പോയത് കൊണ്ട് ദേവന്മാരും പുറകെ പോയിരിക്കുന്നു, അവർക്കും പോകാനുള്ള പ്രചോദനയായി. അങ്ങനെ അഗ്നി ഭഗവാൻ പോയി, ദേവന്മാരെ യാത്രയായി. രാമ ഏഹി ദേവി വൈദേഹി, സീത വരൂ, നമസ്വദേവി ദേവർഷി, ദേവർഷിയെ നാരദനെ നമസ്കരിക്കൂ. ദേവശാസന സംസ്ഥം, ദേവന്മാരുടെ ശാസന കൊണ്ട് നമ്മെ ഉപദേശിച്ച നാരദനെ നമസ്കരിക്കൂ. സോപവേദസ്യ വേദസ്യ യപ്രതിഷ്ഠ സ്വയംഭുവ, സ്വയംഭുവായ ബ്രഹ്മാവിന്റെ പുത്രനാണ്. വേദങ്ങളെ വീണ്ടും ഈ ലോകത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടവനായ ആ ബ്രഹ്മപുത്രനായ നാരദനെ നമസ്കരിക്കും. ഹസ്തം അവലംബ്യ ദർശി, കൈ കാണിച്ചു കൊടുത്തു, കാണിച്ചു സീത. ഇതാനും ആര്യപുത്ര ഹസ്തസ്പർശം ഉപലഭ്യ പ്രമാണം. ഇപ്പോൾ ആര്യപുത്രന്റെ ഹസ്തസ്പർശം ലഭിച്ചപ്പോൾ അത് പ്രമാണമായി. ഭവത്യദ്ഭുത അങ്കുലീയകം രാക്ഷസമായാതോ മോചിതമാത്മാനം അവഗച്ഛ. ഈ അങ്കുലീയകം, ഈ മോതിരം രാക്ഷസമായയിൽ നിന്നും എന്നെ രക്ഷിച്ചതാണ്, മോചിപ്പിച്ചതാണ് എന്ന് ഞാനിപ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഈ മോതിരമാണ് എന്നെ രക്ഷിച്ചത്, മറ്റാരുമല്ല. നാം അപൂർവം രാക്ഷസിയുമായ വിപ്രലബ്ധസ്യാമേ ദേവ്യാഹ പ്രത്യേകാരണമാഫീത്. ആശ്ചര്യചൂടാമണി, മുമ്പൊരിക്കൽ രാക്ഷസിയുടെ മായയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസപൂർവം ബോധ്യപ്പെടുത്താൻ ഞാൻ കാണിച്ചത് ഈ ആശ്ചര്യ ചൂടാമണിയാണ്. നാടകത്തിന്റെ പേര് ഇവിടെ പ്രസക്തമായി. ആശ്ചര്യമുണ്ടാക്കുന്ന ചൂടാമണിയാണ്. സാധാരണ ചൂടാമണിക്കും അങ്കുലീയകത്തിനും ആശ്ചര്യം ഉണ്ടാക്കില്ല. ഈ നാടകത്തിലെ ചൂടാമണിയും അങ്കുലീയകവും ആശ്ചര്യം തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ആശ്ചര്യ ചൂടാമണി എന്ന പേര് വന്നത്. സ്വന്തം നാടകത്തിന്റെ പേര് ഈ അവസാനം ഓർമ്മാണ്. നാരദ ഭദ്രമുഖ ദേവാൻ അനുഗച്ഛാമി കിം തേ ഭൂയ പ്രിയമുഖ. ഭദ്രമുഖനായ അഗ്നിയോട് പറഞ്ഞു, ദേവന്മാരെ പിന്തുടർന്ന് ഒക്കോളൂ. കാരണം അവരുടെയൊക്കെ ഹോമദ്രവ്യങ്ങൾ താങ്കളിലേക്ക് എത്തുന്നതാണ്, അത് വാങ്ങാൻ പൊക്കോളൂ. ഇനിയും എന്ത് പ്രിയമാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? രാമ സിദ്ധാർത്ഥോ, എല്ലാ കാര്യങ്ങളും സാധിച്ചിരിക്കുന്നു. ഹിമതപരമിച്ഛാമി, ഇനി എന്താഗ്രഹിക്കാനാണ്? തഥാപി ഏതാവതസ്തു, എന്നാലും ഇതുകൂടി ഇരിക്കട്ടെ എന്നൊരാശംസയാണ്. അത് നാടകത്തിൽ ഭരതവാക്യം എന്ന പേരിലാണ് നാടകം തീരുന്നത്. ഭരതനെ സ്മരിക്കുന്ന ഒരു വാക്യത്തെ ഉദാഹരിച്ചുകൊണ്ടാണ്. നാട്യകാരൻ ഭരതമുനി ആയതുകൊണ്ട്
ആ ഭരതമുനിയെ സ്മരിച്ചുകൊണ്ടാണ് നാടകം ഉപസംഹരിക്കുന്നത്. അതിൽ കൂടി രാമന് പറയാനുള്ള ആശയം പറയും. മന്ത്രൈരാവർജ്യമാനം ഹവിരമരപതേ അസ്തു കല്യാണവൃഷ്ട്യൈ ധന്വീ സങ്കൽപ്പജന്മാം പരഭവമപഥേ ഫായകൻ സംഹരേത രാജാനോ രാജധർമ്മ പ്രണഹിതമനസോ മൗഢിരത്നം വഹന്തം പ്രജ്ഞായാതു പ്രസാദം പ്രതിദിനം അവധൂയാന്തരാബദ്ധമൗനം. മന്ത്രൈഹി ആവർജ്യമാനം, മന്ത്രങ്ങളെ കൊണ്ട് സ്വീകരിക്കപ്പെടുന്ന ഹവിഷ് അമരപതേഹി, ദേവപതിയായ ഇന്ദ്രന്റെ അസ്തു കല്യാണവൃഷ്ടി. ഇനി മുതൽ ഇന്ദ്രന് തടസ്സമുണ്ടാകാതെ യജ്ഞഭാഗത്ത് സ്വീകരിക്കാൻ കഴിയട്ടെ. ഇതിപ്പോൾ എന്താണ് ആശംസിക്കുന്നത്? ദേവന്മാർക്ക് ഇതുവരെ കിട്ടാതിരുന്ന ഈ അംശം സ്വീകരിക്കാൻ പറ്റി. ധന്വി സങ്കൽപ്പജന്മ കാമദേവൻ. ധന്വി അമ്പ് കുലച്ചു നിൽക്കുന്ന കാമദേവൻ. പരഭസം പെട്ടെന്ന് അപഥേ ഫായകൻ സംഹരേത, വഴിവിട്ടുള്ള അമ്പിന്റെ പ്രയോഗത്തെ പിന്തിരിപ്പിക്കട്ടെ. അമ്പ് കാമന്റെ കയ്യിലിരിക്കട്ടെ. അത് അനാവശ്യമായി പ്രയോഗിച്ച് എത്രയെത്ര ആൾക്കാരെ കാമപീഡിതരാക്കി മാറ്റാതിരിക്കട്ടെ. ഇതാണ് അർത്ഥരാശംസ. ഒന്ന്, ദേവന്മാർക്ക് നിസ്സങ്കോചം ഹവിസ് സ്വീകരിക്കാൻ പാകത്തിന് അഗ്നി കത്തിജ്വലിക്കട്ടെ. ഇത്രകാലം സമ്മതിച്ചിരുന്നില്ല. കാമൻ രാവണനെ പോലെ കാണുന്ന വസ്തുക്കളിലൊക്കെ കാമം ഉണ്ടാക്കുന്ന മട്ടിൽ നടക്കാതിരിക്കട്ടെ. കാമന്റെ അമ്പുകൾ വഴിവിട്ട് സഞ്ചരിക്കാതിരിക്കട്ടെ. രാജാനോ രാജധർമ്മ പ്രണഹിത മനസ്സോ മൗഢിരത്നം വഹത്ത. രാജാക്കന്മാർ രാജധർമ്മ പ്രണഹിത മനസ്സ, രാജധർമ്മത്തിൽ മനസ്സുറപ്പിച്ചു വെച്ചുകൊണ്ട് മൗഢിരത്നം വഹന്ത, തങ്ങളുടെ കിരീടത്തെ ധരിക്കട്ടെ. കിരീടം തലയിലേക്ക് എടുത്തു വെച്ചാൽ അപ്പോൾ മുതൽ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകട്ടെ രാജാക്കന്മാർ. ഇതൊരാശംസയാണ്. അധികാരം കയ്യിൽ കിട്ടിയാൽ അന്നു മുതൽ ധർമ്മത്തിൽ ഉറപ്പിച്ചു നിൽക്കണം. ഇന്നത്തെ പോലെ അധികാരം കൈ കിട്ടിയാൽ അധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ചിന്തയെ ഉണ്ടാവരുത് ആർക്കും എന്ന് ഭരതമുനി ലോകത്തെമ്പാടും നൽകുന്ന ഒരു ആശംസയാണ്. രാജാനോ രാജധർമ്മ പ്രണീത മനസ്സോ മൗലിരത്നം വഹന്ത പ്രജ്ഞായാതു പ്രസാദം. ബുദ്ധി തെളിഞ്ഞു വരട്ടെ. പ്രതിദിനം ഓരോ ദിവസവും അവധൂയ അന്തരാബദ്ധമാവും. ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കെട്ടിവെച്ചിരിക്കുന്ന മൗനത്തെ കെട്ടഴിച്ചു വിട്ട് ബുദ്ധി പ്രസാദമായി തീരട്ടെ. ബുദ്ധിക്ക് നല്ല പ്രസാദാത്മകത ഉണ്ടാകട്ടെ. അന്തരാബദ്ധ മൗനം, ആത്മനിബന്ധമാക്കിയിരിക്കുന്ന മൗനത്തെ തന്നെ സംബന്ധിച്ച് മിണ്ടാതിരിക്കാതിരിക്കട്ടെ സജ്ജനങ്ങൾ. ചെയ്യേണ്ട കർമ്മങ്ങളില് ആലസ്യം ഉണ്ടാവരുത്, മാന്ദ്യം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് മൗനം വരുന്നത്. അതിനെ വെടിഞ്ഞിട്ട് ഓരോ ദിവസവും ബുദ്ധി തെളിഞ്ഞ് പ്രസാദമായി പ്രജ്ഞ പ്രസന്നമായി തീരട്ടെ. അലസന്മാരുടെയും മന്ദബുദ്ധികളുടെയും പ്രജ്ഞ പ്രസന്നമായി തീരാൻ ഈ നിബന്ധം സഹായിക്കട്ടെ. ഇത് ഈ ആശ്ചര്യചൂടാമണി എന്നുള്ള നാടകത്തിനും കൂടി ഒരു ആശംസയാണ്. എല്ലാ മംഗളങ്ങളും വർഷിക്കാൻ കഴിവുള്ളതായി തീരട്ടെ അഗ്നിയെന്നും, രാമന്റെ ലോകോത്തര കർമ്മങ്ങൾ ജനക്ഷേമത്തിന് സഹായമാകുന്നത് പോലെ രാമകഥയെ ആശ്രയിച്ച് താൻ എഴുതിയ ഈ നാടകവും ലോകക്ഷേമത്തിന് സഹായമായി തീരട്ടെ. ദേവന്മാർക്ക് എപ്രകാരമാണോ ഹവി സ്വീകരിക്കാൻ പറ്റത് അതുപോലെ ജനങ്ങൾ ഈ നാടകം സ്വീകരിക്കട്ടെ. അതേപോലെ വില്ലുകുലച്ച് കാമൻ അസ്ഥാനത്ത് പ്രയോഗിക്കാതിരിക്കട്ടെ. പരപുരുഷന്മാരിലും അന്യരുടെ ഭാര്യമാരിലും ഒരിക്കലും കാമം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ നിബന്ധത്തെ സംബന്ധിച്ച് ശരിക്കു പഠിക്കാതെ
ആക്ഷേപശരങ്ങൾ ആരും പ്രയോഗിക്കാതിരിക്കട്ടെ. ഈ നിബന്ധനം പഠിച്ചിട്ട് ഇതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ ആരും ഉണ്ടാക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ല വഴിയിൽ കൂടി ചിന്തിക്കാൻ കഴിയട്ടെ. കാമത്തിന്റെ വഴിയിൽ കൂടി പോവാതിരിക്കട്ടെ. പക്ഷപാതം ഉണ്ടാവാതിരിക്കട്ടെ. രാജധർമ്മങ്ങളിൽ മനസ്സുവെച്ച് രാജഭരണം ചെയ്യട്ടെ. ധർമാനുസൃതം രാജ്യം ഭരിക്കാൻ ഈ നാടകം സഹായകമായി തീരട്ടെ. അതേപോലെ എല്ലാവരുടെയും ബുദ്ധി പ്രസന്നമായി തീർന്ന് തെളിയാൻ ഈ നാടകം സഹായമാണ്. ഈ 4 ആശയങ്ങൾ 4 പേരിലുമുണ്ട്, തൻ്റെ നാടകത്തിനുണ്ട്. മന്ത്രൈരാവർജ്യമാനം ഹവിരമരപതേരസ്തു കല്യാണവൃഷ്ട്യൈ ധന്വീ സങ്കൽപ്പജന്മാഫരഭമപഥേ സായകൻ സംഹരേതാം രാജാനോ രാജധർമ്മ പ്രണഹിതമനസോ മൗലിരത്നം വഹന്താം പ്രജ്ഞായ അതു പ്രസാദം പ്രതിദിനം അവധൂയാന്തരാബദ്ധമൗനം. മന്ത്രൈരാവർജ്യമാനം ഹവിരമരപതേരസ്തു കല്യാണവൃഷ്ട്യൈ ധന്വീ സങ്കൽപ്പജന്മാഫരഭം അപഥേ സായകൻ സംഹരേതാം രാജാനോ രാജധർമ്മ പ്രണഹിതമനസോ മൗലിരത്നം വഹന്താം പ്രജ്ഞായാതു പ്രസാദം പ്രതിദിനം അവധൂയാന്തരാബദ്ധമൗനം. നിഷ്കാന്താഹ. എല്ലാവരും രംഗത്തുനിന്ന് പോയി ശക്തിഭദ്രപരിചിതേ ചൂടാമണി നാമകെ സപ്തമോംഗ സമാപ്ത. നാടകമിയം സമാപ്തം. ഇങ്ങനെ ആശ്ചര്യചൂടാമെന്നുള്ള നാടകം ഇവിടെ നമ്മൾ സമാപിച്ചു. എല്ലാവരും പോയതുപോലെ നമുക്ക് പോവാം. നാടകം തീർന്നാൽ പിന്നെ ആ വേദിയിൽ ഇരുന്നിട്ട് കാര്യമില്ല, എല്ലാവർക്കും വീടുകളിലേക്ക് പോകണം എന്നാണ്. സാറേ, ഇത് ഇന്ന് കറക്റ്റ് രാമനവമിയുടെ അന്ന് സമാപിച്ചല്ലോ. അതെന്തോ, അതെ അതെ, ശ്രീരാമനവമി. പോയി. അതെ, അതൊരു അത്ഭുതമാണല്ലോ, അതൊരു ആശ്ചര്യമാണ്. ആശ്ചര്യ ചൂടാമണി, ആശ്ചര്യ ചൂടാമണിക്ക് ഒരു ആശ്ചര്യം കൂടെ ആയി. നമ്മൾ അറിയാതെ വന്നു വിട്ടതാണ്. അതായത് രാമപാദങ്ങളിൽ നമുക്ക് ഇത് അർപ്പിക്കാൻ പറ്റിയ അവസരമാണ്. കാരണം വാൽമീകിയെ പോലും അതിക്രമിക്കുന്ന നല്ല സുന്ദരമായ ഭാവന കൊണ്ട് നമ്മുടെ ബുദ്ധിയെ ഇളക്കി മറിച്ച് രാമായണത്തെ നന്നാക്കി അറിഞ്ഞ് ആസ്വദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു ഈ നാടകം. അതാണ് നാടകത്തിന്റെ മഹത്വം. ഞാൻ അവസാന ഭാഗം ഇത്തിരി വേഗതയിൽ പോയെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ചങ്ങ് പോയതാണ്. എങ്കിലും ഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ അവസാനം വരെയും ഈ നാടകത്തെ ഉൾക്കൊണ്ട് എൻ്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും വളരെയധികം അഭിനന്ദനങ്ങൾ. വിട്ടുപോവാതെ ഈ നാടകത്തെ ആസ്വദിച്ച് കൂടെ നിങ്ങൾ ഇപ്പോഴും വന്നുവല്ലോ, വളരെ സന്തോഷമുണ്ട്. എല്ലാ ക്ലാസ്സും രാമവാദി സമാപ്തം എഴുതി കഴിഞ്ഞതിന് ശേഷം, സമാപ്തത്തിന് ശേഷം പിന്നെ ഒരു 3 വരിയും കൂടെ ഉണ്ടല്ലോ വേറെ. പർണശാല, ശൂർപ്പണഖ, മായാസീത, തദഹപരം, ശൂർപ്പണഖ, മായാസീത, തദഹപരം, ജടായു, വധു, ചോഗവനിക. ജടായുവധം എന്ന അംഗം, അശോകവനിക. പിന്നെ ഏറ്റവും അവസാനമാണ് 7ാമത്തെ അംഗത്തിന് പേര് കൊടുത്തിട്ടില്ല. എല്ലാ അംഗത്തിന്റെയും പേര് പറഞ്ഞിട്ട് സപ്തമോംഗസ്തസ്യോയം ചൂടാമണ്യങ്കീർത്തനം. അതായത് ചൂടാമണ്യംഗം എന്നൊരു പേര് പിന്നെ അവസാനം കൊടുത്താണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ഇതേ ഉള്ളൂ. പർണശാല, ആദ്യം വരുന്ന പർണശാലാംഗം, ശൂർപ്പണഖാംഗം, മായാഫീതാംഗം, ജടായുവധാംഗം, അശോകവനികാംഗം, അങ്കുലീയാംഗം. 7ാം അംഗത്തിന് പേര് കൊടുത്തിട്ടില്ല. 7 ദിവസം കൊണ്ട് കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ച് തീർക്കുന്നതാണ് വാസ്തവത്തിൽ 7ാം അംഗം. പക്ഷെ 7ാം അംഗത്തിന് പേരില്ല എങ്കിലും അഗ്നിപ്രവേശാംഗം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. പിന്നീട്, നേരത്തെ ഉണ്ടായിരുന്നില്ല. അഗ്നിപ്രവേശാംഗം എന്ന 7ാം അംഗത്തിന് പേര്. അപ്പൊ 7 അംഗത്തിന് ഇപ്പൊ പേരായി. കിട്ടിയില്ലേ 7? നമസ്തേ സർ. ഇന്ന് ശ്രീരാമനവമി ആയിട്ട് ശ്രീരാമന്റെ കഥ കേൾക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. നമസ്തേ. സാറിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. സന്തോഷം.
അപ്പൊ നമുക്ക് ഇന്ന് സംഹരിക്കാം. ഇനി അടുത്ത ദിവസം കാണാം, അടുത്ത വർഷം. എന്തായാലും ജൂൺ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്തേ നമസ്തേ.